ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ദൈവം ആരാണ്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആന്തരിക ബന്ധമെന്ത്? ചിലർക്ക് ദൈവം ഒരു കരുണയുടെ പ്രതീകമായി തോന്നാം. മറ്റു ചിലർക്ക് തെറ്റുകൾ ചെയ്യുമ്പോൾ അതിന് ശിക്ഷ നൽകുന്ന പ്രതിച്ഛായയായിട്ടും. അതിനെല്ലാം അപ്പുറം ചിലർക്ക് ദൈവം ഒരുമിച്ച് നിൽക്കുന്ന കൂട്ടുകാരനെ പോലെയാണ്. പുരാതന കാലങ്ങളിൽ മനുഷ്യൻ പ്രകൃതിയിൽ ദൈവത്തെ കണ്ടു. മതങ്ങൾ, തത്വങ്ങൾ, ആചാരങ്ങൾ ദൈവത്തെ വ്യത്യസ്തമായി വിവരിക്കുന്നു. പക്ഷേ എല്ലാ വിശ്വാസങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്ക്, അനന്തതയെ മനസ്സിലാക്കാൻ. ദൈവത്തെ നമ്മൾ എവിടെയും തിരയേണ്ട. നമ്മുടെ ഉള്ളിലെ ശാന്തതയും സത്യവും കൊണ്ട് നമുക്ക് ദൈവത്തെ കാണാം. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താണ്? അതൊരു രൂപമാണോ? ഒരു നിഷ്കളങ്കമായ ആത്മബോധമാണോ? എന്താണ് വിശ്വാസം? എന്താണ് ഭക്തി? നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളാണോ? നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് മതങ്ങളുണ്ട്. അവർക്കെല്ലാം വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും. യഥാർത്ഥത്തിൽ ദൈവം എന്നത് ആരാണ്? മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ചോദ്യം ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്നുയരുന്നു. മനുഷ്യൻ തൻ്റെ സങ്കടങ്ങളിൽ, ആശകളിൽ, വിശ്വാസത്തിൽ ദൈവത്തെ തേടുന്നു. ദൈവമെന്നാൽ കരുണയാണ്, സത്യമാണ്, മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പ്രകാശം നിറക്കുന്നവനാണ്. മനുഷ്യൻ തൻ്റെ സങ്കടങ്ങളിൽ, ആശകളിൽ, വിശ്വാസത്തിൽ ദൈവത്തെ തേടുന്നു. പക്ഷേ ദൈവമെന്നത് ഒരു രൂപമോ ശബ്ദമോ അല്ല. അതൊരു അനുഭവമാണ്, ഒരു ആത്മീയ ബന്ധമാണ്. ജീവിതത്തിൽ നമ്മെ ചോദ്യം ചെയ്യുന്ന ഒരു വാക്ക് ദൈവം. ദൈവം എന്നത് ആരാണ്? മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമെന്താണ്? ഈ ചോദ്യം ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്നുയരുന്നു. എന്നാൽ എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചതുകൊണ്ട് അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നത് മാത്രമല്ല, പല രാത്രികളിലും ഞാൻ കരഞ്ഞിട്ടുണ്ട്. മനസ്സ് ഇടുങ്ങുമ്പോൾ എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ സങ്കടങ്ങൾക്ക് ഉത്തരം നൽകുന്ന എൻ്റെ നാഥൻ അള്ളാഹു. എനിക്ക് തോന്നിയിട്ടില്ല പ്രാർത്ഥിക്കാതെ പോയാൽ അള്ളാഹു എന്നെ മറന്നതായി. അവൻ ഒരിക്കലും എന്നെ വിട്ടിട്ടില്ല. അവൻ ഒരു പേര് മാത്രമല്ല, അത് നമുക്ക് ലഭിക്കുന്ന ഉത്തരം കൂടിയാണ്. നിനക്ക് പറയാൻ കഴിയാത്ത വാക്കുകൾക്ക്, താങ്ങാനാവാത്ത വേദനകൾക്ക് അവൻ മറുപടിയാണ്. എൻ്റെ ഹൃദയത്തിൽ ആരുമില്ലായ്മ നിറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യത മറക്കുന്നത് എൻ്റെ നാഥനാണ്. ദൈവം നമ്മെ പരീക്ഷിക്കും. കാരണം അവൻ ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് അവൻ കൂടുതൽ കൂടുതൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും, എനിക്ക് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന്. ദൈവം അങ്ങനെയാണ്. അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനെ അപമാനം കൊണ്ടും, ദാരിദ്ര്യം കൊണ്ടും, രോഗങ്ങൾ കൊണ്ടും, നമുക്ക് പ്രിയപ്പെട്ടവരെ മരണമെന്ന രൂപത്തിൽ നമ്മിൽ നിന്നും അകറ്റിയും എല്ലാം അവൻ പരീക്ഷിക്കും. അതിൻ്റെ പിറകിൽ അവൻ പറയുന്നത് ഇതാണ്: മനുഷ്യൻ എന്നോട് വീണ്ടും വീണ്ടും സംസാരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പലവരും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ദൈവത്തെ മറക്കുന്നു. ദൈവമുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ഇങ്ങനെ സംഭവിക്കും എന്ന ചോദ്യം പലരിലും ഉണരുന്നു. എന്നാൽ അതിനൊരു ഉത്തരമുണ്ട്. നമുക്ക് ആരോടും പറയാൻ കഴിയാത്ത പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ആരും പിടിച്ചു നിൽക്കാത്ത നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ, താങ്ങാൻ ആരുമില്ലാത്ത നമ്മുടെ വേദനയ്ക്ക് ഉത്തരമായി ദൈവം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ താങ്ങായി നിലകൊള്ളുന്നു. നിങ്ങൾക്ക് തോന്നാറുണ്ടാവും, ഒരിക്കലും പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് ദൈവം നമ്മളെ മറക്കുന്നത് എന്ന്. അവൻ ഒരിക്കലും നമ്മളെ വിട്ടിട്ടില്ല. നമ്മൾ ആയിരക്കണക്കിന് പാപങ്ങൾ ചെയ്തുവെങ്കിലും അവൻ ഒരു കാര്യം മാത്രം ചോദിക്കുന്നു: തിരിച്ചു വരൂ, എന്നിലേക്ക് മടങ്ങൂ. ഞാൻ നിനക്ക് ഉത്തരം തരാം. ഞാൻ നിനക്ക് നേരിൻ്റെ വഴി കാണിച്ചു തരാം. നീ കരഞ്ഞാൽ ഞാൻ വരും. നീ വിളിച്ചാൽ ഞാൻ മറുപടി പറയും. നീ മിണ്ടാതിരുന്നാലും ഞാൻ കാണും.